2024 വാട്സപ്പിനകത്ത് കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഈ ഫീച്ചേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഒന്നിൽ കപ്പിൾസ് ആയിട്ടുള്ളവർക്കും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത്, നിങ്ങൾ വാട്സപ്പിൻ്റെ അകത്ത് വീഡിയോ കോളിലൂടെ അല്ലെങ്കിൽ ഓഡിയോ കോളിലൂടെ നിങ്ങളുടെ സ്ക്രീന് ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു പാട്ട് ഇപ്പോൾ സ്പോട്ടിഫൈ എടുത്ത് പ്ലേ ചെയ്യാണ് അല്ലെങ്കിൽ യൂട്യൂബ് എടുത്ത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഡിയോ നിങ്ങൾ ആരെയാണോ വിളിച്ചിട്ട് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് അവർക്ക് ക്വാളിറ്റി ആയിട്ട് കാണാനും കേൾക്കാനും പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ലവറിനെ നിങ്ങൾ വിളിച്ചിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് പാട്ട് കേൾക്കാൻ നിർത്താം. ഈ ഫീച്ചർ പല ഫോണിലും ഇപ്പോൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ജസ്റ്റ് വീഡിയോ കോൾ ചെയ്യുക, എന്നിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യുക, എന്നിട്ട് യൂട്യൂബോ സ്പോട്ടിഫൈ എടുത്ത് ഏതെങ്കിലും പാട്ട് പ്ലേ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറ. വാട്സപ്പ് ബിസിനസ്സിൻ്റെ അകത്ത് ഒരു മെറ്റാ വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം വരുന്നുണ്ട്. അതായത് വാട്സപ്പിൻ്റെ അകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ് പ്രൊഫൈൽ എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നല്ല ട്രസ്റ്റ് ഉള്ളതാണ് എന്ന് നാട്ടുകാരെ അറിയിക്കാനായിട്ട് നിങ്ങൾക്ക് അതിനകത്തൊരു വെരിഫിക്കേഷൻ ബാഡ്ജ് വെക്കാവുന്നതാണ്. ഈ വെരിഫിക്കേഷൻ ബാഡ്ജ് നമ്മളൊരു പ്രൊഫൈലിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ, ഇത് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് സാധനം വാങ്ങുന്നത് കുഴപ്പമില്ല എന്നുള്ള തരത്തിൽ. കാര്യം എന്ന് വെച്ചാൽ റീസെൻ്റ് ആയിട്ട് ഇഷ്ടംപോലെ സ്കാമുകൾ നമ്മുടെ വാട്സപ്പ് ബിസിനസ് വഴി നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഫീച്ചർ നല്ലപോലെ ഉപകാരപ്രദമാകും. വാട്സപ്പ് ബിസിനസ് iOS ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബ്രാൻഡിൻ്റെ പേര് ഓരോ കളറിലെ തീമിലാക്കാൻ പറ്റും. ഇപ്പോൾ മഞ്ഞ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞയാക്കാം, ഓറഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ആക്കാം. ഇത് എന്തിനാണ് ഉപയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ജസ്റ്റ് ഇങ്ങനൊരു ഫീച്ചർ വന്നപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. വാട്സപ്പിൽ പലരും എൻജോയ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് വാട്സപ്പ് ചാനൽ. ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. ഞാൻ 1-2 തവണ ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ വാട്സപ്പ് ചാനൽ ഉപയോഗിക്കാറില്ല. എന്നാൽ വാട്സപ്പ് ചാനലിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു പോസ്റ്റോ എന്തെങ്കിലും ഒരു ഫോട്ടോയോ ഒക്കെ നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ അത് ഏത് ചാനലിൽ നിന്നാണ് സ്റ്റാറ്റസ് ഇട്ടതെന്നുള്ളത് നമ്മുടെ ആ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് മേളിലായിട്ട് കാണാൻ പറ്റും. ഇൻ കേസ് നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റസ് കാണുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ ആ ചാനൽ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വ്യൂ ചാനൽ എന്ന് പറഞ്ഞിട്ടുള്ള മേളിലുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനലിൽ പോയി കാണാനോ അല്ലെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്യാനോ സാധിക്കും. നിങ്ങളൊരു ക്രിയേറ്ററാണ്, നിങ്ങൾക്കൊരു വാട്സപ്പ് ചാനൽ ഉണ്ടെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഉപകാരപ്രദമാകും കേട്ടോ. നമുക്കറിയാം, നമ്മുടെ ഫേസ്ബുക്ക് ആദ്യം ഇൻസ്റ്റാഗ്രാമിനെ വാങ്ങിച്ചേ, എന്നിട്ട് നമ്മുടെ വാട്സപ്പിനെ വാങ്ങിച്ചു. ഇപ്പോൾ നമുക്ക് വാട്സപ്പിൽ ഇടുന്ന സ്റ്റാറ്റസ് നമുക്ക് ഡയറക്റ്റ്ലി ഫേസ്ബുക്കിലോട്ടും ഇൻസ്റ്റാഗ്രാമിലോട്ടും കൂടി ഷെയർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വാട്സപ്പിൽ ഇടുന്ന ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒരേപോലെ കാണാം. അപ്പോൾ 3 പ്ലാറ്റ്ഫോമിലുള്ളവർക്കും ഒരേ സ്റ്റോറി കാണാം. ഓരോ പ്ലാറ്റ്ഫോം എടുത്തിട്ട് ആ സ്റ്റോറി ഇടേണ്ട ആവശ്യമില്ല. ഒരിടത്ത് സ്റ്റോറി ഇട്ടാൽ മതി, എല്ലായിടത്തും വന്ന് കിടക്കും. ഇനി എനിക്ക് തോന്നുന്നു അടുത്ത് നമുക്ക് ഇതിനകത്ത് വാട്സപ്പിൽ പാട്ടുകളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്ന പോലെ കുറച്ചുകൂടി ഫീച്ചേഴ്സ് വരുമെന്നാണ് തോന്നുന്നത്. നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇത്രയാണ് 2024 ജാനുവരിയോടുകൂടി നിങ്ങളുടെ വാട്സപ്പിനകത്ത് വരാൻ പോകുന്ന മാറ്റങ്ങൾ. ഇതിനകത്ത് ഏതൊക്കെ ഫീച്ചറുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. കാര്യം എനിക്ക് ഇതിനകത്തുള്ളത് ഒന്നുപോലും കിട്ടിയിട്ടില്ല. ഞാൻ ബീറ്റ യൂസറാണ്, ബീറ്റ യൂസർ ആയിട്ട് പോലും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ടാവും. അപ്പോൾ അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നിരിക്കും. ബൈ.